ഒരു രാജ്യത്തെ ന്യൂനപക്ഷം വരുന്ന ജനങ്ങളുടെ വിശ്വാസപരവും സാംസ്കാരികവുമായ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് അപ്പീസ്മെന്റ് അല്ല, അത് സോഷ്യൽ ജസ്റ്റിസ് ആണ്. അത് മറ്റുള്ളവർ ചെയ്യുമ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. അത് നിങ്ങളിട്ട ബർമൂഡ മറ്റുള്ളവരിട്ട വള്ളിനിക്കർ ആകില്ല സാർ. നിങ്ങൾ പറയുന്ന അതേ കാര്യം മറ്റുള്ളവർക്കും ആപ്ലിക്കബിൾ ആണ്. ഈ രാജ്യത്തിന്റെ ഈ പറയുന്ന ഐഡന്റിറ്റി ഒക്കെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ആവശ്യമാണ്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാമജന്മഭൂമി പ്രശ്നത്തിലെ സുപ്രീം കോടതി വിധി അട്ടിമറിക്കുമെന്നും ഇതിനായി ഒരു സൂപ്പർ കമ്മീഷനെ നിയോഗിക്കുമെന്നും രാഹുൽ അടുത്ത അനുയായികളുടെ യോഗത്തിൽ പ്രഖ്യാപിച്ചതായാണ് ആചാര്യയുടെ വെളിപ്പെടുത്തൽ. അമേരിക്കയിലുള്ള ഒരു വ്യക്തിയുടെ ഉപദേശാനുസരണമാണ് രാഹുലിന്റെ പരാമർശമെന്നും ആചാര്യ വെളിപ്പെടുത്തുന്നു. ഹിന്ദു വിരുദ്ധ നിലപാട് കോൺഗ്രസിന്റെ, വിശിഷ്യ രാഹുലിന്റെ നിലപാട്, അതല്ലേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാമക്ഷേത്രം എന്ന് പറയുന്നത് ഇപ്പൊ പണ്ട് കുരിശ് കണ്ട ചെകുത്താൻ എന്നൊരു പ്രയോഗമുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ രാമനെ കണ്ട കോൺഗ്രസ് എന്ന് മാറ്റി ആ പ്രയോഗം നമുക്ക് പറയേണ്ടി വരും എന്നാണ് തോന്നുന്നത്. രാമനെ കണ്ട രാഹുൽ എന്ന പ്രയോഗത്തിനെ നമുക്ക് മാറ്റി വിളിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. കാരണം ഈ കോൺഗ്രസ് നേതാക്കള് വളരെ തുടർച്ചയായിട്ട് ഇപ്പോൾ രാമജന്മഭൂമിയിൽ അവിടെ രാംലല്ലയുടെ പ്രതിഷ്ഠാ ചടങ്ങിൽ ഉൾപ്പെടെ എന്തൊക്കെ തരത്തിലാണ് ആ സമയത്ത് അവിടെ പോകുന്ന ആൾക്കാർക്ക് ബാന് കൽപ്പിച്ചത്, അവരെ അധിക്ഷേപിച്ചത്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ആരെങ്കിലുമൊക്കെ അവിടേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ, ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ പോയി കഴിഞ്ഞാൽ അവരെ അധിക്ഷേപിക്കുന്നത് എല്ലാം നമ്മൾ കണ്ടത് തന്നെയാണ്. കോൺഗ്രസിന് അങ്ങനെയുള്ള ഒരു ചരിത്രവുമുണ്ട്. ഇപ്പൊ ആചാര്യ പ്രമോദ് ബാലകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ ശരിയാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്കറിയാം, ഷാബാനു കേസ് ഇതുപോലെ തന്നെ കോടതി വിധി വന്നതാണ്. ആ കോടതി വിധി വന്നു കഴിയുമ്പോൾ ആ വിധിയെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് ഒരു നിയമം പാർലമെന്റിനകത്ത് പാസ്സാക്കുന്നു. കോൺഗ്രസ് ആവർത്തിച്ച് കാലങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, രാഷ്ട്രീയവും മതവും രണ്ടായിട്ട് പോകണം, രാഷ്ട്രീയത്തിൽ മതം ഇടപെടരുത് എന്നുള്ള കാര്യം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതം ഇടപെട്ടത് എവിടെയാണ് ആദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഇടപെട്ടിരിക്കുന്നത് ഷാബാനു കേസിലാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഒരു മതത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു മതത്തിലെ ഒരു വിഭാഗം ആൾക്കാരെന്നേ പറയാൻ കഴിയുള്ളൂ. കാര്യം ആ മതത്തിലെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടല്ല, ആ മതത്തിലെ സ്ത്രീകൾ കോൺഗ്രസിനൊപ്പം ആയിരുന്നില്ല. ആ മതത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയിരുന്ന സുപ്രീം കോടതിയുടെ നിലപാടായിരുന്നു, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ വിധിയായിരുന്നു ആ മതത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയിരുന്നത്. പക്ഷേ ആ മതത്തിലെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ ആ മതത്തിലെ മത പണ്ഡിതർക്ക് വേണ്ടിയിട്ട് വളരെ കൃത്യമായിട്ട് ഇടപെടുകയും മതത്തിനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് ഇടപെടുത്തിക്കുകയും ചെയ്തത് ഷാബാനു കേസിലാണ്. അപ്പോൾ കോൺഗ്രസ് മുസ്ലിം പ്രീണനത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നുള്ള കാര്യം അവർ ആ കേസിൽ തെളിയിച്ചത് തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് രാമജന്മഭൂമി വിഷയത്തിലേക്കും വരുന്നത്. രാമജന്മഭൂമി വിധി ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അത് അട്ടിമറിക്കുവാൻ പോലും അവർ എന്തും ചെയ്യുമെന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഇത്തരത്തിലൊരു വിധി കോൺഗ്രസ് ആണ് ഇരുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നീതി നടപ്പിലാകും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അവർക്ക് സാധ്യമാകുന്ന എല്ലാ തലത്തിലും അവർ ഇടപെടും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ഇപ്പൊ ആ കാര്യം തന്നെയാണ് ഇദ്ദേഹത്തിലൂടെ നമ്മളിപ്പോ പുറത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതും. ആചാര്യ പ്രമോദ് അദ്ദേഹത്തിലൂടെ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഇന്നിപ്പോ രണ്ടുപേര് ഇതേപോലുള്ള വിഷയങ്ങൾ പറഞ്ഞിട്ട് രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടി, അവരുടെ പേര് ഞാൻ പെട്ടെന്ന് അവര് രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വെച്ചാൽ ഞാൻ ക്ഷേത്രത്തിൽ പോയതിന്റെ പേരിൽ കോൺഗ്രസിൽ നിന്ന് നടപടികൾ നേരിടേണ്ടി വരുന്നു, അവരിൽ നിന്ന് അധിക്ഷേപം നേരിടേണ്ടി വരുന്നു എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് കോൺഗ്രസിലെ നേതാക്കൾ, ഇപ്പൊ പത്മജ വേണുഗോപാൽ നമ്മുടെ കേരളത്തിലെ തന്നെ മുതിർന്ന മുഖ്യമന്ത്രിയാണെന്ന് ശ്രീ കെ കരുണാകരന്റെ മകളാണ്. അവര് തന്നെ പറയുന്നുണ്ട്, ഒരു ചന്ദനക്കൂറി തൊട്ടിട്ട് ഒരിടത്ത് പോകാൻ കഴിയുന്ന സാഹചര്യമല്ല, പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനകത്ത് പ്രശ്നമാണെന്ന്. അപ്പോൾ അത് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് മുതൽ സോണിയാഗാന്ധിയുടെ ഓഫീസ് മുതൽ ഇങ്ങനെ താഴെ വരെ ഇങ്ങനൊരു സംസ്കാരം കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒന്നൊന്നായിട്ട് ആൾക്കാർ അത് പുറത്തു വന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. ശ്രീ അനൂപേ, താങ്കൾ വളരെ പക്വതയോടുകൂടി ചർച്ചകളിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ താങ്കളെ ഇതുവരെയും കണ്ടിട്ടുള്ളത്. പക്ഷെ താങ്കൾ ഈ വാട്സാപ്പ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ചർച്ചകളിൽ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. കാരണം ഇന്ത്യ ഗേറ്റില് ഈ പറയുന്ന 10,000-കണക്കിന് മുസ്ലിം രക്തസാക്ഷികളുടെ പേര് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത്, താങ്കൾക്ക് അതിന്റെ ചരിത്രം അറിയാത്തത് കൊണ്ടാണോ താങ്കൾ എവിടെന്നെങ്കിലും വായിച്ചതിനോടോ എന്ന് പറയണോ എന്ന് എനിക്കറിയില്ല. അവിടെ എഴുതി വെച്ചിരിക്കുന്ന പേരുകൾ 1914 മുതൽ 19 വരെ നടന്ന 1-ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ സൈനികരുടെ പേരുകളാണ്. ആ സൈനികരുടെ പേരുകളിൽ മുസ്ലിം പേരുകളാണ് കൂടുതൽ. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് താങ്കൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താങ്കൾ സാക്ഷാൽ B.R. അംബേദ്കറുടെ പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകം എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ താങ്കൾക്ക് മനസ്സിലാവും. കാരണം 1857 1-ം സ്വാതന്ത്ര്യ സമരം കഴിയുന്നതിന് ശേഷം ഹിന്ദുക്കളെ വിശ്വാസമില്ലാതെ വന്ന ബ്രിട്ടീഷുകാർ സൈന്യത്തിലേക്ക് കൂടുതലായിട്ട് മുസ്ലിം വിഭാഗത്തിലുള്ള ആൾക്കാരെ തിരികെ കയറ്റിയെന്നും നാളെ ഈ ഒരു രാജ്യം വിഭജിക്കുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് വലിയൊരു തലവേദനയായി മാറും, നമുക്ക് സൈനികരെ ലഭിക്കാത്ത അവസ്ഥ വരുമെന്നും അംബേദ്കർ ആശങ്കപ്പെടുന്നത് താങ്കൾക്ക് ആ പുസ്തകത്തിനകത്ത് തന്നെ വായിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അവിടെ മുസ്ലിം പേരുകൾ കൂടുതൽ വന്നിരിക്കുന്നത്. അല്ലാണ്ട് അവിടെ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാരുടെ പേരുകളല്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം താങ്കൾ ആവർത്തിച്ച് പറയുകയാണ്, നരേന്ദ്രമോദിയെ പുകഴ്ത്തിയതിന്റെ പേരിൽ ഇദ്ദേഹത്തെ പുറത്താക്കിയത്. നരേന്ദ്രമോദിയെ പുകഴ്ത്തിയതിന്റെ പേരിലല്ല.
ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്തയാണ്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്തയിനകത്ത് ഈ ആചാര്യ പ്രമോദ് കൃഷ്ണത്തിന് എന്തിനാണ് പാർട്ടി പുറത്താക്കിയെന്ന് പറയുന്നുണ്ട്. കോൺഗ്രസ് എക്സ്പെൽഡ് ആചാര്യ പ്രമോദ് കൃഷ്ണൻ ഫ്രം പാർട്ടി ഫോർ ഇൻഡിസിപ്ലിൻ ആൻഡ് ആന്റി പാർട്ടി ആക്ടിവിറ്റീസ് ഡേയ്സ് ആഫ്റ്റർ ഹി ക്രിട്ടിസൈസ്ഡ് പാർട്ടി ലീഡർഷിപ്പ് ഫോർ സ്കിപ്പിംഗ് രാംലല്ലാസ് കോൺസിക്രേഷൻ സെറമണി ഇൻ അയോധ്യ ആൻഡ് ടേം ദ ഡിസിഷൻ ആസ് ആന്റി ഹിന്ദു. കോൺഗ്രസിന്റെ ഡിസിഷൻ ആന്റി ഹിന്ദു ഡിസിഷൻ ആണെന്നും അവിടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ മാറി നിന്നത് ശരിയല്ല എന്നും അദ്ദേഹം പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ പുറത്താക്കിയെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്ത കിടക്കുന്നത്. ഞാൻ ഈ നോക്കിയ വാർത്തകളിൽ മുഴുവനും ഇദ്ദേഹത്തെ പുറത്താക്കിയതിന്റെ റീസൺ ആയിട്ട് ഇതാണ് കാണുന്നത്. ഇനി ഇദ്ദേഹം ഇതിന്റെ കൂട്ടത്തിൽ നരേന്ദ്രമോദിജിയെ പുകഴ്ത്തിയോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പിന്നെ താങ്കൾ BJP ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ് എന്ന് പറഞ്ഞു. കോൺഗ്രസ് എന്താണ് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? കോൺഗ്രസ് മുസ്ലിം വിരുദ്ധ പാർട്ടിയാണോ മുസ്ലിം അനുകൂല പാർട്ടിയാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം മുത്തലാഖിന്റെ ഒരു വിഷയം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിൽ ഒരു 50% സ്ത്രീകൾ 50% പുരുഷന്മാരുമാണല്ലോ. ഈ മുത്തലാഖ് വിഷയത്തിൽ കോൺഗ്രസ് എവിടെയാണ് നിൽക്കുന്നതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? നിങ്ങൾ മുസ്ലിം സ്ത്രീയുടെ കൂടെയാണോ നിൽക്കുന്നത്, അതോ നിങ്ങൾ മുസ്ലിം പുരുഷന്റെ കൂടെയാണോ നിൽക്കുന്നത്? നിങ്ങൾ നിൽക്കുന്നത് മുസ്ലിം പുരുഷന്റെ കൂടെയാണ്. അപ്പോൾ നിങ്ങൾ മുസ്ലിം സ്ത്രീ വിരുദ്ധ പാർട്ടിയാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ഞങ്ങൾ ആ വിഷയത്തിൽ നിൽക്കുന്ന മുസ്ലിം സ്ത്രീയുടെ കൂടെയാണ്. യൂണിഫോം സിവിൽ കോഡിന്റെ വിഷയത്തിൽ ഞങ്ങൾ നിൽക്കുന്നത് മുസ്ലിം സ്ത്രീകളുടെ കൂടെയാണ്, അല്ലെങ്കിൽ ന്യായത്തിന്റെ കൂടെയാണ്. മുസ്ലിം സ്ത്രീകളുടെ കൂടെയാണെന്നല്ല, ന്യായത്തിന്റെ കൂടെയാണ് നിൽക്കുന്നത്. നിങ്ങൾ നിൽക്കുന്നത് മുസ്ലിം സ്ത്രീ വിരുദ്ധ ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് മുസ്ലിങ്ങളോട് നീതി പുലർത്തുന്ന പാർട്ടിയാണ്? നിങ്ങൾക്ക് അവിടെ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള പുരുഷന്മാരുടെ കൂടെ മാത്രം നിൽക്കുക എന്ന് പറയുന്ന നിലപാടാണ് നിങ്ങളുടേത്. അല്ലാതെ നിങ്ങളുടേത് അവിടെ മനുഷ്യപരമായ നിലപാടൊന്നും അല്ല. CAA എന്ന് പറയുന്ന മുസ്ലിം വിരുദ്ധ ബില്ല് പാസ്സാക്കി. CAA ഒരു മുസ്ലിം വിരുദ്ധ ബില്ലല്ല. CAA ഒരു പാകിസ്ഥാൻ വിരുദ്ധ ബില്ലാണ്. അല്ലെങ്കിൽ CAA ഒരു എന്താണ് ഈ പറയുന്ന ടെററിസ്റ്റുകളായിട്ടുള്ള ബംഗ്ലാദേശി മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ബില്ലാണ്. അല്ലാണ്ട് ഇന്ത്യയിലുള്ള ഒരു മുസ്ലിങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു ബില്ലല്ല. കാരണം അവിടെ പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ നമ്മൾ എന്താണ് സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ കുറച്ച് സിറ്റിസൺഷിപ്പ് കൊടുക്കാനല്ല, സിറ്റിസൺഷിപ്പിൽ കുറച്ച് ഇളവുകൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇത് കാലാകാലങ്ങളായിട്ട് നെഹ്റു ലിയാഖത്ത് പാക്ട് പൊളിയുന്ന സ്ഥലം മുതൽ ഇത് നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. ഇത് താങ്കൾക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാകാത്തല്ല എന്ന് എനിക്കറിയാം. 2002 പാർലമെന്റിനകത്ത് മൻമോഹൻ സിംഗ് പ്രസംഗിച്ചിട്ടുള്ള ഒരു പ്രസംഗമുണ്ട്. ഇന്നും അത് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. താങ്കൾ അതൊന്ന് എടുത്തു വെച്ച് വായിച്ചു നോക്കണമെന്ന് മാത്രമാണ് എനിക്ക് താങ്കളോട് ആ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ താങ്കൾ ഇവിടെ വലിയ പ്രസംഗം നടത്തി കേന്ദ്രത്തിൽ BJP തോക്കാൻ പോവുകയാണ്, എന്താണ് ഈ BJP UP-യിൽ അധികം ഒലിച്ചു പോകാൻ പോവുകയാണ്, അതെ കനത്ത തിരിച്ചടിയാണ് നേരിടാൻ പോകുന്നത് എന്നൊക്കെയാണ് താങ്കൾ പറയുന്നത്. ജൂൺ 4 വോട്ടെണ്ണി കഴിയുമ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷത്തിലെ അതേ കാര്യം തന്നെയാണ് ആവർത്തിക്കുവാൻ പോകുന്നത്. നിങ്ങൾക്കൊരു പ്രതിപക്ഷ നേതാവിനെ പോലും ഈ രാജ്യത്ത് ലഭിക്കുവാൻ പോകുന്നില്ല. അതാണ് ഉണ്ടാകാൻ പോകുന്ന സാഹചര്യം. പിന്നെ നരേന്ദ്രമോദിജി ഇപ്പൊ ഒരുപാട് വിഷയങ്ങൾ എടുത്ത് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ മുന്നോട്ട് വെക്കുന്നത് വളരെ സിമ്പിൾ ആണ്, മറ്റൊന്നുമല്ല. കോൺഗ്രസിന്റെ ഹോളോനെസ്സിനെ അദ്ദേഹം തുറന്നു കാണിക്കാൻ മാത്രമാണ് ചെയ്യുന്നത്. കോൺഗ്രസ് ഇവിടെ ഒരു കാസ്റ്റ് സെൻസസ് ആൻഡ് വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു പോളിസി എടുത്ത് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഈ പോളിസിയുടെ ഹോളോനെസ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത്. ഈ പ്രധാനപ്പെട്ട കാര്യത്തിനകത്ത് നിങ്ങൾക്കൊരു നയമുണ്ടോ? രാഹുൽ ഗാന്ധി പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ജാതിക്കാണ് ഏറ്റവും കൂടുതൽ സ്വത്തിന്റെ അവകാശം എന്നാണ് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഈ ജാതിയെ വലിച്ചിട്ടത് ആരാണ്? BJP ആണോ? അല്ല, കോൺഗ്രസ് ആണ് വലിച്ചിട്ടത്. കാരണം ഈ രാജ്യത്തെ ഏറ്റവും വലിയ ജാതി ആർക്കാണോ അവർക്കാണ് ഏറ്റവും കൂടുതൽ സ്വത്തിന് അവകാശം. രണ്ടാമത്തെ വലിയ ജാതിയാണോ ആയതാണോ ആ ജാതിക്കാണ് അടുത്ത പങ്കിന്റെ അവകാശം. ഇത് ഞാൻ പറഞ്ഞല്ല, രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞാണ്. മൈനോറിറ്റീസിനാണ് ഇവിടെ അവകാശം, മുസ്ലിം കമ്മ്യൂണിറ്റിക്കാണ് അവകാശം. ഈ രീതിയിലേക്ക് ഈ സാധനത്തിനെ കൊണ്ടുവന്നിരിക്കുന്ന ആരാണ്? ഇതിനകത്തേക്ക് ജാതിയും മതത്തിനെയും കൃത്യമായിട്ട് വലിച്ചിട്ടത് ആരാണ്? രാഹുൽ ഗാന്ധിയാണ് വലിച്ചിട്ടത്, കോൺഗ്രസ് ആണ് വലിച്ചിട്ടത്. ഇത് തുറന്ന് കാണിക്കപ്പെടുമ്പോൾ നിങ്ങൾ കയ്യും കാലൂട്ട് അടിച്ചിട്ട് കാര്യമില്ല. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിജി അത് എടുത്തിട്ടതോടുകൂടി തന്നെ അതിന്റെ പുറത്ത് ചർച്ചകൾ നടക്കാൻ തുടങ്ങി. ഈ ചർച്ച തുടങ്ങുമ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ് ഇവരെ നടപ്പിലാക്കാൻ പോകുന്നത്. ഓരോ വ്യക്തിയുടെയും ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്നുള്ള കാര്യം ഇവിടെ സെൻസസ് എടുക്കും, സ്കാൻ ചെയ്യപ്പെടും. ഈ രാജ്യം മുഴുവൻ സ്കാൻ ചെയ്യപ്പെടും. ഇപ്പൊ എന്റെ കയ്യിൽ, അനൂപിന്റെ കയ്യിൽ, അനിൽ നമ്പ്യാരുടെ കയ്യിൽ, നുസ്രത് ജഹാന്റെ കയ്യിൽ, ഈ ഓരോരുത്തരുടെ കയ്യിലും ഇരിക്കുന്ന വെൽത്ത് മുഴുവൻ സ്കാൻ ചെയ്തിട്ട് ഇത് മുഴുവൻ രാജ്യം അങ്ങ് എടുക്കും. അതിനുശേഷം ജാതി അടിസ്ഥാനത്തിൽ ഇത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എന്ത് മണ്ടനാശയാണ് അനൂപേത്? ഇത് ചർച്ച ചെയ്യപ്പെടണ്ടേ? ഇത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഈ സാധനം വന്നിട്ട് ആരും ചർച്ച ചെയ്തില്ല, ആരും തിരിഞ്ഞു നോക്കിയില്ല. എന്തുകൊണ്ടാണ്? കോൺഗ്രസ് പ്രകടന പത്രികയിൽ എന്ത് പറഞ്ഞാൽ എന്താ എന്നായിരുന്നു ആൾക്കാരുടെ ധാരണ. പക്ഷേ നരേന്ദ്രമോദിജിക്ക് അതിനകത്ത് കൃത്യമായിട്ട് അടിക്കാനുള്ള വടി കയ്യിൽ കിട്ടി എന്നുള്ള കാര്യം ബോധ്യം വന്നു. അദ്ദേഹം കൃത്യമായിട്ട് അതെടുത്ത് ഉപയോഗിച്ചു. അദ്ദേഹം ആ വടിയെടുത്ത് അടിക്കാൻ തുടങ്ങിയപ്പോൾ കോൺഗ്രസിന്റെ നിലവിളിയും ഒളിച്ചോട്ടവും ബഹളമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഇനിയിപ്പോ നരേന്ദ്രമോദിജിയെ നിങ്ങൾ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഈ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്നത് നിങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അനൂപേ, AK ആന്റണി എന്ന് പറയുന്ന നിങ്ങളുടെ പഴയ മുഖ്യമന്ത്രി കേരളത്തിൽ രാജിവെക്കാനുണ്ടായ സാഹചര്യം എന്താണ് ഒന്ന് പറഞ്ഞുതരാമോ? നിങ്ങൾ ന്യൂനപക്ഷ പ്രീണനം ഒന്നും നടത്താത്ത ഒരു സംഘടനയാണെന്നുണ്ടെങ്കിൽ AK ആന്റണി എന്തുകൊണ്ടാണ് രാജിവെക്കേണ്ടി വന്നത്? അദ്ദേഹത്തിന് പോലും തുറന്നു പറയേണ്ടി വന്നില്ലേ? ഇവിടെ ഈ പറയുന്ന സംഘടിത ന്യൂനപക്ഷങ്ങൾ അവരുടെ സംഘടിത ബലം ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്തിയെടുക്കുന്നു
എന്ന്. അതിന്റെ പേരിലല്ലേ അദ്ദേഹത്തിന് രാജിവെച്ച് ഇവിടെ ഓടേണ്ടി വന്നത്? അദ്ദേഹത്തെ രാജിവെപ്പിച്ച് ഇവിടെ ഓടിപ്പിച്ചത് മുസ്ലിം ലീഗ് തന്നെയല്ലേ? അപ്പൊ നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് നിങ്ങൾ പ്രീണനം നടത്താത്ത പാർട്ടിയാണ്, സംഘടനയാണെന്നൊന്നും ദയവ് ഇത് പറയരുത്. നിങ്ങളോടുള്ള ഒരു അപേക്ഷയാണ്. എന്നാണ് മനസ്സിലാക്കുന്നത്. അനൂപ് ഞാൻ എനിക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. യുവരാജ് പറയാം പെട്ടെന്ന്. അല്ല, ഒന്ന് അദ്ദേഹം എന്നെ ബിൽക്കിസ് ബാനുവിനെ ഓർമ്മിപ്പിച്ചു. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ള, ബിൽക്കിസ് ബാനു കേസിലെ പ്രതികൾ ജീവപര്യന്തം ജയിലിൽ കിടന്ന ആൾക്കാരാണ്. അവരങ്ങനെ അതിനുശേഷം പുറത്തിറങ്ങിയതായിട്ടാണ് എന്റെ അറിവ്. അല്ലാണ്ട് അവരെ ആരും വെറുതെ വിട്ടതായിട്ട് എന്റെ അറിവിലില്ല. പിന്നെ അദ്ദേഹം അങ്ങനെ ഞാൻ വിനീതമായിട്ട് ഒന്നുകൂടി ഷാബാനുവിന്റെ പേരോട് ഓർമ്മിപ്പിക്കുകയാണ് എന്തായിരുന്നു അവരോടുള്ള നിലപാട് എന്നുള്ള കാര്യവും ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന മുസ്ലിം സ്ത്രീകളോടുള്ള നിലപാട് എന്നുള്ള കാര്യം അങ്ങ് പറഞ്ഞാൽ നല്ലതായിരുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം അങ്ങ് ചോദിക്കുകയാണ് എന്തുകൊണ്ട് പാകിസ്ഥാന്റെ പേര് പറയുന്നു. പാകിസ്ഥാൻ എന്തോട്? ഞങ്ങളല്ല സാർ പറഞ്ഞത്. പാകിസ്ഥാന്റെ മുൻ മന്ത്രി ആയിരുന്നിട്ടുള്ള ചൗധരി ഫഹദ് ഹുസൈൻ ആണ് പറഞ്ഞിരിക്കുന്നത്. എന്നാണ് രാഹുൽ ഗാന്ധി തിരിച്ചു വരുന്നത് കാണാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞത് അദ്ദേഹമാണ്. അതാണ് BJP എടുത്ത് പറയുന്നത്. പാകിസ്ഥാനിലെ മന്ത്രിമാരും പാകിസ്ഥാനിലെ ജനങ്ങളും ഒക്കെ രാഹുൽ ഗാന്ധി തിരിച്ചു വരുന്നത് കാണാൻ വേണ്ടി ആഘോഷിച്ചതോടുകൂടി കാത്തിരിക്കുകയാണ് എന്നുള്ള കാര്യം. പിന്നെ എന്തുകൊണ്ട് CAA വിഷയത്തിൽ മതം കടന്നു വന്നു എന്നുള്ള കാര്യം അങ്ങേക്ക് പറയണമെന്നുണ്ടെങ്കിൽ അങ്ങയോട് ഞാൻ വീണ്ടും പറയുന്നു, 2002 പാർലമെന്റിലെ മൻമോഹൻ സിംഗിന്റെ തന്നെ പ്രസംഗം അങ്ങെടുത്ത് ഒരു തവണ കൂടി കേട്ട് കഴിഞ്ഞാൽ എന്തുകൊണ്ട് CAA വിഷയത്തിൽ മതം കടന്നു വന്നിരിക്കുന്നു, മതത്തിന്റെ പേരിൽ പൗരത്വത്തിൽ ഇളവ് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം വന്നിരിക്കുന്നു എന്നുള്ള കാര്യം അങ്ങേക്ക് ഓർമ്മ വരുന്നുള്ള കാര്യം ഞാൻ പറയണം. 2, 3. ഇനി അന്ന് പറയുന്നത് ജനവിധിയെ മാനിക്കണമെന്നുള്ള കാര്യം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഉണ്ടായിരിക്കുന്ന ജനവിധി മുഴുവനും നിങ്ങൾ അപഹസിച്ചിരിക്കുന്നത്. നിങ്ങൾ കേരളത്തിൽ ഇരുന്നുകൊണ്ട് പറയും UP-യിൽ ചാണകങ്ങളാണ്, UP-യിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസമില്ലാതെ BJPക്ക് വോട്ട് ചെയ്യുകയാണ്. അത് പൊളിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ അടുത്തത് പറയുന്നതാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ കുഴപ്പമാണ്. അങ്ങനെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എതിരായിട്ട് പരാതി, അതിനെതിരായിട്ട് കേസ്. ഇപ്പൊ സുപ്രീം കോടതി പോലും പറഞ്ഞിരിക്കുന്നത് അമിതമായിട്ട് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ അവിശ്വാസം പുലർത്തുന്നതും ജനാധിപത്യത്തെ അട്ടിമറിക്കലാണെന്നാണ് സുപ്രീം കോടതി ഈ പറയുന്ന ആൾക്കാരോട് ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. ഇനി വിദേശ ഇടപെടലിന്റെ കാര്യം. ഇന്ത്യയിലെ ജനാധിപത്യം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ എല്ലാ പല്ലും നഖവും ഉപയോഗിച്ച് പോരാടാൻ പോവുകയാണ് എന്ന് പറഞ്ഞ ആള് ജോർജ് സോറോസ് ആണ്. അവിടെയാണ് വിദേശ ഇടപെടൽ കടന്നു വന്നിരിക്കുന്നത്. ഈ ജോർജ് സോറോസിന്റെ ആൾക്കാരുടെ കൂടെ തോളിക്കൈയിട്ടുകൊണ്ട് നടക്കുന്ന ആരാണ്? ഈ ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റിയുടെ ഗ്ലോബൽ വൈസ് പ്രസിഡന്റിന്റെ കൂടെ തന്നെ അല്ലേ രാഹുൽ ഗാന്ധി കർണാടകത്തിൽ നിങ്ങളുടെ ജോഡോ യാത്ര നടക്കുന്ന സമയത്ത് നടന്നത്? സുനിത വിശ്വനാഥ് ആരാണ് ഓപ്പൺ സൊസൈറ്റിയുടെ? ജോർജ് സോറോസിന്റെ ആരാണ്? രാഹുൽ ഗാന്ധി എന്തിനാണ് വിദേശത്ത് പോകുമ്പോൾ ഇവരുടെ കൂടെയൊക്കെ തോളിക്കൈയിട്ട് നടക്കുന്നത്? ഇവരെല്ലാവരും കൂടി ചേർന്ന് എന്ത് പ്ലാനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാമോ? ഞങ്ങൾ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപിനെ മാറ്റി അടുത്തത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് ഞങ്ങളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞ ആളാണ് ജോർജ് സോറോസും അദ്ദേഹത്തിന്റെ ഓപ്പൺ സൊസൈറ്റിയും. അവർക്കൊപ്പം തോളിക്കൈയിട്ടുകൊണ്ട് നടന്നിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് ഇസ്രായേൽ എന്നൊക്കെ പറയുന്നത്. ആൾക്കാർ ചിരിക്കും സാർ. വെറുതെ അനാവശ്യം വിളിച്ചു പറഞ്ഞിട്ട് സെൽഫ് ഗോൾ അടിച്ച് കയറ്റരുതെന്ന് മാത്രം ഞാൻ അങ്ങോട്ട് പറയുകയാണ്. ഒരൊറ്റ മിനിറ്റ് താങ്കൾക്ക് മറുപടി. ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായി. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഷബാനു കേസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ നിലപാട് തുറന്ന നിലപാടാണ്. കോൺഗ്രസ് വളരെ തുറന്ന നിലപാടായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലാത്തത് സാർ. അല്ല, ഞാൻ പറയട്ടെ, ഇവിടെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് വ്യക്തിപരമായ അഭിപ്രായമുള്ള ആളായിരുന്നു നെഹ്റു. പക്ഷേ നെഹ്റുവിനെ സംബന്ധിച്ച് വിഭജനാനന്തരം ഇവിടുത്തെ മുസ്ലിം കൺസേൺസിനെ അഭിസംബോധന ചെയ്യണം. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണെന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ല, താങ്കൾ തന്നെയല്ലേ പറഞ്ഞത് ഭരണത്തിൽ മതം കടന്നു വരാൻ പാടില്ല? ഇപ്പൊ പെട്ടെന്ന് മതം വന്നോ? ഞാൻ പറയട്ടെ, ന്യൂനപക്ഷങ്ങൾക്ക് എവിടെയും ഇപ്പൊ താങ്കളുടെ നേതാവായ അദ്വാനി ജിന്നയെ പ്രകീർത്തിച്ചത് എന്ത് പറഞ്ഞിട്ടാ? അദ്വാനി ജിന്നയെ പ്രകീർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്. അതല്ലല്ലോ ഞാൻ ഇവിടെ പറഞ്ഞത്. ഞങ്ങളുടെ പാർട്ടിയുടെ സംഘടനയുടെ നിലപാടാണ്. സംഘടനയിലെ വ്യക്തികൾക്ക് പല നിലപാട് പല കാലഘട്ടങ്ങളിൽ പലതുണ്ടാവും. അതുപോലെ അല്ലല്ലോ സംഘടനയ്ക്ക് ഒരു നിലപാടുണ്ട്. ഒരു രാജ്യത്തെ ന്യൂനപക്ഷം വരുന്ന ജനങ്ങളുടെ വിശ്വാസപരവും സാംസ്കാരികവുമായ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് അപ്പീസ്മെന്റ് അല്ല, അത് സോഷ്യൽ ജസ്റ്റിസ് ആണ്. അത് മറ്റുള്ളവർ ചെയ്യുമ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. അത് നിങ്ങളിട്ട ബെർമൂഡ മറ്റുള്ളവരിട്ട വള്ളിനിക്കർ ആകില്ല സാർ. നിങ്ങൾ പറയുന്ന അതേ കാര്യം മറ്റുള്ളവർക്കും ആപ്ലിക്കബിൾ ആണ്. ഈ രാജ്യത്തിന്റെ ഈ പറയുന്ന ഐഡന്റിറ്റി ഒക്കെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ആവശ്യമാണ്.